നമുക്ക് കുറച്ച് വിശ്വസനീയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻറ്റർണൽ സെക്യൂരിറ്റി സെൽ പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അത് നമ്മൾ ഇത് ATS വരെ ഞാൻ കൺഫേം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഒരു ജോയിൻറ്റ് ഓപ്പറേഷനിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു സംഘം ഫോം ചെയ്തിട്ട് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ ആ വീട്ടിൽ ഇപ്പോൾ ഒരു ലോഡ്ജ് പോലെ ഉപയോഗം ചെയ്യുന്നുണ്ടോ ഇത് ഈ ആൾക്കാർ അവിടെ നിന്ന് പോയിട്ട് നമ്മുടെ രാത്രി തന്നെ നമ്മുടെ ടീം പോയിട്ട് ഏകദേശം 54 അന്യതൊഴിലാളികൾക്ക് കസ്റ്റഡിയിലെടുത്തിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായി ഏകദേശം രാത്രി 2:30 മണി വരെ ഇത് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് എല്ലാ ബാംഗ്ലാദേശിയാണോ ഏകദേശം 27 ആൾക്കാർ ബാംഗ്ലാദേശിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഓൾറെഡി നമുക്ക് എല്ലാ കടലാസ് കിട്ടിയിട്ടുണ്ട്. 2 പേർക്ക് ബാംഗ്ലാദേശിലുള്ള പാസ്പോർട്ടുണ്ട്, പിന്നെ ബാക്കി എല്ലാവർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് പിന്നെ അവിടെ ബാംഗ്ലാദേശിലുള്ള ID കാർഡുണ്ട്. സോ ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ നോർമലി ഇത്രയും സംഭവത്തിൽ നമ്മൾ ഫോറിനർ രജിസ്ട്രേഷൻ ആക്ട്സ് പ്രകാരം നമ്മൾ FIR രജിസ്റ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരും റിമാൻഡ് ആവും. പിന്നെ നമ്മൾ ഈ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വിശദമായ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഇത് എങ്ങനെ വന്നു, എന്താ മോഡസ് ഓപ്പറേണ്ടി ആയിരുന്നു, കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ആരെങ്കിലും ഇവർക്ക് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശിക്ഷ ഉണ്ടാവും. ശിക്ഷ കഴിഞ്ഞിട്ട് അത് നമ്മുടെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഒരു സ്ക്വാഡുണ്ട്, സോഴ്സസ് ഉണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട DGP സർ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത് മൈഗ്രൻസിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഏകദേശം 1.5 ലക്ഷം മൈഗ്രൻസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമിൽ പോലീസിങ് എല്ലാ പോലീസ് സ്റ്റേഷൻസും. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറയാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മുടെ എല്ലാ ഇൻറ്റർണൽ സോഴ്സസ് ഉണ്ട്. പക്ഷേ ഇത് വളരെ നല്ല ഒരു ക്യാച്ചാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു ചെക്കിംഗ് നല്ല രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഇവർ വന്നിറങ്ങുന്ന ആലുവയിലേക്കാണ് പ്രധാനമായിട്ട്. ആലുവയിലൊക്കെ നല്ല രീതിയിൽ ഒരു ഇത് വയ്ക്കുകയാണെങ്കിൽ ആധാർ ആക്ച്വലി ഫേക്ക് ആധാറാണ്. അതെല്ലാം ഫോട്ടോഷോപ്ഡ് ആണ്. അത് അവർക്ക് കുറച്ച് ഏജൻറ്റ്മാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാളിൽ. അത് നമ്മൾ വിശദമായി അന്വേഷിക്കും. ഈ മാസം തന്നെ നമ്മുടെ ജില്ലയിൽ ഏകദേശം 37 ബാംഗ്ലാദേശി നാഷണൽസ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് മീൻസ് ദേ നോ ഈച്ച് അതർ. റിലേറ്റീവ്സ് പറയാൻ പറ്റിട്ടില്ല. നേരിട്ട് എടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 2 പേർ അത് ബ്രദേഴ്സ് ആയിരുന്നു. അത് അവസാനം വരെ അവർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യങ്ങൾ പുറത്ത് വന്നു. അത് നമുക്ക് നോക്കണം. അത് എവിടെ കേരളയിൽ ഏജൻറ്റ് ആയിരുന്നു അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ആയിരുന്നു, ബാംഗ്ലൂർ ആയിരുന്നു, അതെല്ലാം നമുക്ക് നോക്കേണ്ടി വരും. ഒറ്റയ്ക്ക് അത് ടേൺ ബൈ ടേൺ. കാരണം അവരെല്ലാം എന്താ പറഞ്ഞു, അവരെല്ലാവരും കേരളയിലേക്ക് വരാനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം. കാരണം അവിടെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു അവരുടെ ബാംഗ്ലാദേശിൽ 300 രൂപ ഡെയിലി കിട്ടുന്നുണ്ട്. കേരളയിലേക്ക് വരാനെങ്കിൽ അവർക്ക് മിനിമം 1000 രൂപ പെർ ഡേ കിട്ടും. പിന്നെ ഇത് ഫൈനാൻഷ്യൽ വളരെ ഗെയിൻ ആവും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രഥമ ദൃഷ്ട്യ നമ്മുടെ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഒരു 2 ഏജൻറ്റ്സ് അവിടെ വെസ്റ്റ് ബംഗാളിൽ ബാംഗ്ലൂരിൽ അവർ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മലയാളി അല്ലെങ്കിൽ കേരളത്തിലെ ആരെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തന്നെ നമ്മൾ ഈ കേസിൽ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാ പുരുഷന്മാരും ഉണ്ട്. അതെല്ലാം നടത്തുന്നുണ്ടോ വിശദമായി അതെല്ലാം മുഴുവൻ നമ്മുടെ ജില്ലയിലെ ഈ എല്ലാ ഇതുപോലെയുള്ള ഓർഗനൈസ്ഡ് ക്രൈംക്ക് എത്രയും വളരെ ശക്തമായ ഡ്രൈവ് നടത്തുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട DGP സർ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങൾ മാർഗദർശനം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശദമായ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ട് ഓർഗനൈസ്ഡ് ക്രൈം. തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ബാംഗ്ലാദേശി നാഷണൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിശദമായ ചോദ്യം ചെയ്യണം. ഇൻട്രോഗേഷനിൻ്റെ ഒരു വളരെ ഒബ്ജക്റ്റീവുള്ള രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിൽ നമുക്ക് കുറച്ച് ഫർദർ ക്ലൂസ് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഇപ്പോൾ ഈ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. കാരണം ഇഷ്ടംപോൽ ബാംഗ്ലാദേശികൾ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാറുണ്ട്. സോ ഇത് ഒരു വലിയൊരു ടാസ്ക് ആണോ പക്ഷേ വളരെ ശക്തമായ രീതിയിൽ പോലീസിങ് നടത്തുന്നുണ്ട്. ഓൾറെഡി ആൾ കസ്റ്റഡിയിലുണ്ടോ
ഇൻട്രോഗേഷൻ ബാക്കിയെല്ലാം സയൻറ്റിഫിക് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഇത് രണ്ട് പേർ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്കുണ്ടായി. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മോണിറ്റർ ചെയ്യണുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആരെങ്കിലും നോ ഇതുവരെ ഇത് ബൾക്കായിട്ട് പിടിച്ചിട്ട് ഇവരെന്താ ചെയ്യാൻ നോ അവർക്ക് എല്ലാം കൂടിയിട്ട് ഇവർ എന്ത് ചെയ്യും? നോ ജയിലിൽ അയക്കും.